വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗ്യങ്ങളാണ് നമ്മൾ പല പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ളതാണ്. ഞാൻ വലിയൊരു പ്രസംഗം ഒരുങ്ങിയിട്ടില്ല. ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ ഏകാശ്രയം ChatGPT ആണ് മൊബൈലിൽ. അപ്പോൾ അതിൽ ഞാനിത് സുവിശേഷ ഭാഗവും 3 വിശുദ്ധന്മാരെയും വെച്ചു കൊടുത്തിട്ടൊരു പ്രസംഗം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അവർ ഇപ്പം എല്ലാ സാധനം മൊബൈലിൽ ഉണ്ടാക്കി തരും, വിഷയം അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ അടിച്ചു നോക്കിയപ്പോൾ കോമൺ ആയിട്ടും അവരെ കണ്ടുപിടിച്ചൊരു സാധനം ഹൃദയവിശുദ്ധിയെ കുറിച്ച് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അത്രയും ആ മൊബൈലിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ പെരുന്നാളുമായി ഘടിപ്പിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് അഷ്ടസൗഭാഗ്യം എന്നാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളിലെ ഒരു വാചകം ഇങ്ങനെയാണ്: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പഴയ നിയമം മുഴുവൻ വായിച്ചാലും ഈ ഒരു ദൈവത്തിന്റെ വിശുദ്ധർക്കാണ് ദൈവം തന്റെ ദർശനം കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കാനാണ്. 3 വിശുദ്ധന്മാരുടെ രൂപം ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ 3 വിശുദ്ധന്മാരും അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ സാധാരണക്കാരായിരുന്നു. ഇപ്പൊ സെബസ്ത്യാനോസ് കുറച്ചും കൂടി രാജാവിന്റെ പടയാളിയൊക്കെ ആയിരുന്നെങ്കിലും മറ്റ് 2 പേരുടെ കാര്യം നോക്കിയാൽ സാധാരണക്കാരായിരുന്നു. ലോകത്തിന്റെ കണ്ണിൽ അവർ സാധാരണക്കാരായിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ അവർ സാധാരണക്കാരായിരുന്നില്ലേ. കാരണം മറ്റുള്ളവരെ കാണാത്ത ചില സംഭവങ്ങൾ അവർ കണ്ടു. മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത ചില വീക്ഷണ കോണുകളിലൂടെ ചില കാര്യങ്ങൾ നോക്കി കണ്ടതുകൊണ്ടാണ് ഇന്ന് അവര് ഇവിടെ നമുക്ക് പെരുന്നാളിന് കരടി ഇരിക്കുന്നത്. അപ്പൊ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഹൃദയവിശുദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഹൃദയവിശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുന്ന. എപ്പോ കാണും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ പറഞ്ഞില്ലേ, സ്വർഗരാജ്യം കടുകുമണി പോലെയാണ്. അത് ഇവിടെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അത് വലിയ മരമായിട്ട് മാറുന്നത് ചിലപ്പോൾ സ്വർഗത്തിലെത്തിയതിനു ശേഷമായിരിക്കും, പക്ഷെ ഇവിടെ ആരംഭിക്കും. അപ്പോൾ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തില് തന്നെ അവർ ദൈവത്തെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അവരൊരു മനുഷ്യനെ കാണുന്നത് എങ്ങനെയാണ്? സാധാരണ മനുഷ്യരെ മറ്റുള്ളവരെ കാണുന്നത് പണക്കാരൻ, പണമില്ലാത്തവൻ, അതല്ലെങ്കിൽ ഇന്ന പാർട്ടിയുടെ ആള്, അല്ലെങ്കിൽ പാർട്ടിക്ക് ഇന്ന പാർട്ടിക്കാരൻ, അല്ലെങ്കിൽ കളറിന്റെ പേരിലും ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലൊക്കെയാണ്, അല്ലെങ്കിൽ പണത്തിന്റെ പേരിലൊക്കെയാണ് ആൾക്കാരെ കാണും. പക്ഷെ ബൈബിള് എങ്ങനെയാണ് കാണുന്നത്? ഭാഗ്യവാൻ, ഭാഗ്യമില്ലാത്തവൻ. ഇപ്പൊ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ തന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ അവർ ഭാഗ്യവാന്മാരെന്നാണ് പറയുന്നത്. അല്ലാത്തവരായിരിക്കും? ഭാഗ്യമില്ലാത്തവര്. ഭോഷനും പിന്നെ എന്താണ് നീതിമാനും, അങ്ങനെയൊക്കെയാണ് ബൈബിള് തരംതിരിക്കുന്നത്. ദുഷ്ടര്, ശിഷ്ടര്, നല്ലവര് വലതു ഭാഗത്തും മോശമുള്ളവര് ഇടതു ഭാഗത്തും. അപ്പോൾ ബൈബിള് മനുഷ്യരെ തരംതിരിക്കുന്നത് ഇങ്ങനെയാണ്. അതേ കണ്ണോടുകൂടിയാണ് ഈ വിശുദ്ധരെ മനുഷ്യരെ കണ്ടത്. അവർ ദൈവത്തിന്റെ ഛായയുള്ളവരാണ്, നമ്മുടെ കൂടെയുള്ളവരെന്ന് മനസ്സിലാക്കി ആ കണ്ണോടുകൂടി മനുഷ്യരെ കാണാനായിട്ട് ഈ വിശുദ്ധന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. പെരുന്നാൾ വരുന്ന സമയത്ത് ഓരോ തർക്കങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഈ ഒരു ഭീമമായ തുകയ്ക്ക് നമ്മൾ ബാൻഡ് സെറ്റ് വിളിക്കുന്നു. ആ ബാൻഡ് സെറ്റ് കൊണ്ടുവരുന്ന വഴികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. പെരുന്നാള് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കതിൻ്റെ കണക്കുകൾ നമ്മൾ നോക്കുന്നു. അതിലെ പെരുന്നാള് അങ്ങനെ പല പല തിരക്കുകൾ നമ്മൾ നോക്കുന്നു. എത്ര വിശുദ്ധിയിൽ നമ്മൾ വളർന്നു എന്നൊരു കണക്കെടുക്കുന്ന ഒരു സംവിധാനം ഞാൻ ഇത്ര പള്ളിയിൽ ഇരുന്നിട്ടും ഞാൻ കണ്ടിട്ടില്ല. ഈ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എത്ര രൂപ പോയി, എത്ര രൂപ മിച്ചമുണ്ട് എന്നല്ലാതെ എത്രമാത്രം നമ്മൾ വിശുദ്ധിയിൽ വളർന്നു, നമ്മൾ ഈ വിശുദ്ധരോട് എത്രമാത്രം അടുത്തു, അങ്ങനെ അളക്കാനുള്ള ഒരു വഴി നമ്മുടെ കയ്യിലില്ല. അടുത്ത പെരുന്നാളിനുള്ള ബാലൻസ് ഷീറ്റ് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യണമെന്നുള്ളത് മാത്രമാണ് ഈ പെരുന്നാൾ കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ളൊരു ചിന്താ വിഷയം. പ്രസംഗത്തിന് വരുന്ന അച്ഛന്മാരെ എന്തെങ്കിലും 2 വാക്ക് നമ്മളോട് സംസാരിക്കും. പക്ഷെ ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളോട് പറയുന്നു 8 കാര്യങ്ങളെ കുറിച്ച് ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കാര്യത്തിലെങ്കിലും ഭാഗ്യവാനാകാൻ നമുക്ക് പരിശ്രമിച്ചൂടെ? അതിലൊരു ഭാഗ്യതാണ് ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ദൈവത്തെ കാണും. അപ്പൊ ഹൃദയ ശുദ്ധി എന്ന് പറഞ്ഞ സംഭവം എന്താണ്? ഈശോ പറയാണ്, അവരോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ ശുദ്ധീകരിക്കുവാൻ എന്നതിന് പകരം ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരു ഭയമുള്ള ഒരു വ്യക്തിയും എല്ലാം ഭയത്തോടു കൂടി കാണുള്ളൂ. ദേഷ്യമുള്ള ഒരു വ്യക്തി ദേഷ്യത്തോടു കൂടിയാണ് കാണും. അപ്പോൾ ഒരാളോട് നമുക്കൊരു ദേഷ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ എത്ര നല്ല കാര്യം ചെയ്താലും നമ്മൾ ആ ദേഷ്യത്തിന്റെ കണ്ണിലൂടെയാണ് വീക്ഷിക്കുക. അസൂയുള്ളവര് അസൂയയുടെ കണ്ണിലൂടെയാണ് വീക്ഷിക്കുക. അപ്പൊ നമ്മുടെ ഹൃദയം ശുദ്ധമാക്കാനുള്ള ഒരു
9 ദിവസമാണ്, അല്ലെങ്കിൽ നവനാള് ദിവസങ്ങൾ. ഓരോ ദിവസം പടിപടിയായി നമ്മുടെ ഹൃദയം ശുദ്ധമാക്കിയാൽ സാധാരണ പെരുന്നാളിനുണ്ടാവുന്ന പല വഴക്കുകളും ഇല്ലാതെയാവും. കാരണം നമ്മുടെ കാഴ്ചപ്പാട് മാറും, നമ്മൾ പെരുന്നാളിനെ നോക്കിക്കാണുന്ന രീതി മാറും, നമ്മുടെ ഉണ്ടാവുന്ന പല തർക്കങ്ങളും മാറും. അപ്പോൾ ഈ ഒരു ദിവസം നമ്മളെ അങ്ങനെ ഒരു ഒരുക്കത്തിലേക്ക് ഈശോ ക്ഷണിക്കുകയാണ്. 8 കാര്യങ്ങൾ ഉള്ളവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്. 8ഉം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഭാഗ്യവാന്മാരാകാനുള്ള ഒരു ആഗ്രഹം പൊതുവെ ഉണ്ടാകുന്നില്ല. ഇത് നമുക്ക് കണ്ണടച്ച് ഈ സുവിശേഷ ഭാഗത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എത്ര ഈസി ആയിട്ട് നടക്കുന്ന ഒരു വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നിട്ട് ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടി സ്നേഹിക്കുക എന്നൊരു കൽപ്പന അനുസരിച്ച് ജീവിക്കുവാൻ ഈ പെരുന്നാൾ നമ്മളെ സഹായിക്കട്ടെ. ഹൃദയത്തിലെ ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കാൻ തടസ്സമായി നിൽക്കുന്ന വിദ്വേഷം അടക്കമുള്ള പല കാര്യങ്ങളെയും ഉപേക്ഷിക്കാൻ ഇന്ന് നമുക്ക് തീരുമാനം എടുക്കാം. ഈശോ നമ്മളെല്ലാവരും ശക്തിപ്പെടുത്തട്ടെ. ഹൃദയം വിശുദ്ധമാക്കാൻ ഈ 3 വിശുദ്ധരുടെയും മാതൃക, പ്രാർത്ഥന സഹായം ഈ ദിവ്യബലിയ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുനാളിന് ഒരുക്കമായി അധ്വാനിക്കുന്ന എല്ലാവരെയും, വികാരിയച്ഛനെയും ഇടവക മുഴുവനെയും നമുക്ക് ഈശോയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.